ഹായ് എവരി വൺ, എല്ലാവർക്കും ജെയ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതും ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നതും തുടങ്ങിയ ബിസിയായ 2.5 മണിക്കൂറത്തെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചപ്പാത്തി, റൈസ്, പുട്ട് തുടങ്ങിയവയുടെ കൂടെ സെർവ് ചെയ്യാൻ കഴിയുന്ന മുട്ട റോസ്റ്റിൻ്റെ ഒരു അടിപൊളി ഈസി റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ സമയം 5:15 പുറത്ത് നല്ല ഇരുട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും എഗ് റോസ്റ്റുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലഞ്ച് ബോക്സിൽ ഇന്ന് ചപ്പാത്തിയാണ് കൊടുത്തു വിടുന്നത്. സ്കൂൾ യൂണിഫോം തലേന്ന് രാത്രിയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ തേങ്ങയും ഇന്നലെ ചുരണ്ടി ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കോഫി തയ്യാറാക്കണം. പാലിൻ്റെ പാട സെപ്പറേറ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. മുട്ട റോസ്റ്റിനുള്ള മുട്ട കഴുകി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനൊരു കോഫിയാണ് കുടിക്കാറ്. അതിനുള്ള പാലും വെള്ളവും ചേർത്ത് വെച്ചിരിക്കുന്നു. ഡാഡിക്കും മമ്മിക്കും അപ്പായ്ക്കും ആദ്യ റൗണ്ട് ഒരു കട്ടൻ കാപ്പിയാണ്. അപ്പോൾ അതിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇവിടെ അപ്പാന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഹസ്ബൻഡിനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് വിളിക്കാറ്. കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട്. മൂടി മാറ്റി വയ്ക്കാം. ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ എടുത്തു വെച്ചു. കോഫിക്കുള്ള പാല് തിളച്ചു. മുട്ട റോസ്റ്റിനുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചു. കുക്കറിൻ്റെ ഒരു വിസിലടിച്ചു. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായി ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 4 സവോള നീളത്തിൽ അരിഞ്ഞത്, 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക് പിളർന്നത് എന്നിവ ചേർക്കുക. അല്പം ഉപ്പ് കൂടി വിതറി ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. സവോള റെഡിയാകുന്ന സമയത്ത് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുത്തു. ഇത് അല്പം എണ്ണ പുരട്ടി അടച്ചു മാറ്റി വയ്ക്കാം. പുട്ടുപൊടി എടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളം ഒഴിച്ച് കുതിരാൻ മാറ്റി വയ്ക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ ചൂടുവെള്ളം മാറ്റി കുറച്ച് തണുത്ത വെള്ളത്തിൽ മുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ മുട്ടത്തോട് ഈസിയായി പൊളിച്ചു മാറ്റാൻ കഴിയും. സവോളയിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് പുട്ടിൻ്റെ പൊടി നനച്ചെടുത്തു. ആവിക്ക് വെച്ച് തുടങ്ങി. മുട്ടയുടെ തോട് പൊളിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട റോസ്റ്റിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റുക. പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ മുട്ടയും കൂടി ചേർത്ത് വഴറ്റുക. മുട്ട ചേർക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. മസാല കുക്കായി വരുന്ന സമയത്തിനിടയിൽ ഓരോ ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുന്നുണ്ട്. ഓയിൽ ചേർക്കാതെ ഫുൾക്കായിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. മസാല റെഡിയാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പുട്ടിനും ചപ്പാത്തിക്കും ആവശ്യമായതുകൊണ്ട് 2 കപ്പോളം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് തിളയ്ക്കാൻ അനുവദിക്കുക. 1/4 കപ്പോളം വെള്ളം വറ്റുന്നത് വരെ ബോയിൽ ചെയ്യുക. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള എഗ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ലഞ്ച് ബോക്സിനുള്ള ചപ്പാത്തി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പുട്ടും റെഡിയായി. അപ്പുകുട്ടൻ ചോട്ടുവിനെ കൂട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പുവിൻ്റെ ഡ്യൂട്ടിയാണ് ചോട്ടുവിനെ കൂട്ടിൽ നിന്ന് ഇറക്കുന്നതും നടത്തിക്കുന്നതും ഒക്കെ. ചോട്ടു ചപ്പാത്തി കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ലഞ്ച് ബോക്സ് റെഡിയാക്കി. എഗ് റോസ്റ്റിനൊപ്പം അല്പം ബീഫ് കറി കൂടി എടുത്തിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് കോഫിക്കുള്ള പാലും വെള്ളവും ചേർത്ത് വെച്ചിട്ടുണ്ട്. ചോട്ടുവിനുള്ള ചപ്പാത്തി കൊടുക്കണം. ചോട്ടുവിന് ഡ്രൈ ചപ്പാത്തിയാണ് ഇഷ്ടം. പാലോ ഗ്രേവിയോ ഒന്നും അവന് പാടില്ല. നമ്മൾ എത്ര ബിസിയാണെങ്കിൽ അവനെ ഒന്ന് കൊഞ്ചിക്കാതെ നമ്മളെ വിടില്ല. മമ്മിക്ക് ചായയും ഡാഡിക്കും അപ്പായ്ക്കും കോഫിയുമാണ് വേണ്ടത്. രണ്ടും റെഡിയായി. 3 ലഞ്ച് ബാഗും റെഡിയായി. കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തു. കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്തു. രാവിലത്തെ ബിസി ടൈം കഴിഞ്ഞു. സ്കൂൾ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ എൻ്റെ ചെറിയ വ്ലോഗ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഡിയർ. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സേഫ് ഓൾവേസ്.